students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എക്സസൈസ് 6.3 ക്വസ്റ്റ്യൻ നമ്പർ 1 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. എല്ലാവരും അത് പോയി കണ്ടിട്ട് വേണം എക്സസൈസിലേക്ക് എക്സസൈസ് ചെയ്യാൻ തുടങ്ങാൻ. ഓക്കെ, സോ അതുപോലെ നിങ്ങൾ വീഡിയോസ് എടുത്ത് കാണുമ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് വെച്ചിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വേണം താഴത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടുപോകാൻ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് y is equal to 3x raised to 4 minus 4x at x is equal to 4. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ നന്നായിട്ട് പഠിച്ചിരുന്നു. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ്. ഓക്കെ, ഇപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്കൊരു കർവ് ഉണ്ട്. ഓക്കെ, സോ ഈ കർവിന്റെ ഇക്വേഷൻ എന്താണ്? y is equal to 3x raised to 4 minus 4x ആണ് ഈ കർവിന്റെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാൻജന്റ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ലൈൻ. ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടാൻജന്റ്. ദിസ് ഈസ് ആർ ടാൻജന്റ്. ഓക്കെ, സോ ഇതെന്താണ്? ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. ആ ടച്ച് ചെയ്യുന്നില്ല അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 4. എക്സിന്റെ കോർഡിനേറ്റ് അവർ 4 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കൊരു വൈ കോർഡിനേറ്റും കാണുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് വൈ കോർഡിനേറ്റ് കാണേണ്ട ആവശ്യം ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് വൈ കോർഡിനേറ്റ് കാണണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് y ഇസ് ഈക്വൽ ടു 3x raised to 4 മൈനസ് 4x അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. അഥവാ നമുക്ക് y കോർഡിനേറ്റ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എക്സിന്റെ ഈ വാല്യൂ എടുത്ത് ഇതിനുള്ളിൽ ഇട്ട് കൊടുത്താൽ മതി. 3 into 4 raised to 4 minus 4 into 4. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് y കോർഡിനേറ്റ് കിട്ടും. ഓക്കെ, സോ ഇപ്പൊ ഞാൻ y എന്ന് ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമുണ്ടെങ്കിൽ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റിലേക്ക് തിരിച്ചു പോകാം. സോ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. അപ്പൊ ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് കാണുന്നത്. എങ്ങനെയാ നമ്മൾ ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് കാണുക? നമുക്ക് ഈ കർവിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്താണ്? സ്ലോപ്പ് കിട്ടും. ഓക്കെ, സോ y is equal to 3x raised to 4 minus 4x. ഇങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ dy by dx ചെയ്താൽ മതി. dy by dx എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? So 4 3 is 12 x raised to 3 minus 4. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വരിക. ഓക്കെ, സോ 12 x raised to 3 minus 4 ആണ് നമ്മുടെ സ്ലോപ്പ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ സ്ലോപ്പ് ഇവിടെ വെച്ച് നിർത്തരുത്. സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എക്സിന്റെ ഒന്നും ടേംസ് കാണില്ല, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് അവസാനം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 4 വേണം നിങ്ങൾ കാണാനുള്ള ക്വസ്റ്റ്യൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ ആൻസറിൽ എക്സിന്റെ പ്ലേസിൽ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ അപ്പൊ നമ്മൾ എന്താണ്? dy by dx at x is equal to 4. അപ്പൊ എന്താ? 12 into 4 into 4 into 4 minus 4. ഇത് ഫുള്ള് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 764 എന്ന് കിട്ടും കേട്ടോ. 764. അപ്പൊ നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടിയില്ലേ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ. 764 ആണ് നമ്മുടെ ആൻസർ. സോ ഇതാണ് നമ്മുടെ സ്ലോപ്പ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് y is equal to x minus 1 by x minus 2. ഓക്കെ, സോ നമ്മുടെ കർവിന്റെ ഇക്വേഷൻ എന്താണ്? y is equal to x minus 1 by x minus 2. ഓക്കെ, സോ നമുക്കൊരു ടാൻജന്റ് ഉണ്ട്. നമുക്കൊരു ടാൻജന്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ടാൻജന്റ് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടാൻജന്റ്. ഓക്കെ, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ്. ഓക്കെ, അറ്റ് x is equal to 10. x is equal to 10. സോ നമുക്ക് എന്താണ്? പോയിന്റ് ഓഫ് കോണ്ടാക്ട് എക്സിന്റെ വാല്യൂ നമുക്ക് എന്താണ്? അതായത് x1 y1 എന്നല്ല വരിക. സോ 10, നമുക്ക് y1, അതായത് yന്റെ കോർഡിനേറ്റ്സ് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് yന്റെ കോർഡിനേറ്റ്സ് അഥവാ കണ്ടുപിടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാലും. ഓക്കെ, x minus 1 by x minus 2. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പോയിന്റ് ഓഫ് കോണ്ടാക്ട് വേണം എന്നുണ്ടെങ്കിൽ ഫോർ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്താ?
നമുക്ക് എക്സിന്റെ വാല്യൂ ഉണ്ട്. സോ വൈന്റെ കാണണമെങ്കിൽ y is equal to x minus 1 by x minus 2 അല്ലേ? So that is equal to x is 10 minus 1 by 10 minus 2. So that is equal to 9 by 8. Okay. So അതായത് 10 9 by 8 ആണ് നമ്മുടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇത് നിങ്ങൾ കാണണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. സോ പോയിന്റ് ഓഫ് കോണ്ടാക്ട് കാണേണ്ട ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുമല്ലോ കോൺസെപ്റ്റ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് കാണുക. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വി ഹാവ് ടു ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, വിച്ച് മീൻസ് ദാറ്റ് we have to differentiate the equation of the curve. Okay, so നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ dy by dx that is equal to, ഇവിടെ നമ്മൾ കോഷ്യന്റ് റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഡിനോമിനേറ്റർ സ്ക്വയർ അപ്പോൺ x minus 2 the whole square, denominator square upon denominator into derivative of numerator എന്താ 1 അല്ലേ വരിക, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്ററും 1 വരത്തുള്ളൂ. കാരണം x minus 2 നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മാറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, തെറ്റായിട്ട് ആൻസർ എഴുതരുത്. ഓക്കെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു x minus 2 minus x, ഞാൻ ഈ മൈനസിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ്, മൈനസ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ x minus 2 ദി ഹോൾ സ്ക്വയർ. സോ നമുക്ക് എക്സും എക്സും കൂടി ക്യാൻസൽ ചെയ്യാം. സോ മൈനസ് 2 പ്ലസ് 1 ഇസ് മൈനസ് 1 ബൈ x minus 2 ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് നമ്മുടെ dy by dx തന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. സോ ഇത് നമ്മളോട് പറഞ്ഞോളൂ അറ്റ് x is equal to 10 കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സിന്റെ വാല്യൂ 10 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അറ്റ് x is equal to 10 എങ്ങനെയാ വരിക? മൈനസ് 1 ബൈ 10 minus 2 the whole square. So that is minus 1 by 8 square, that is minus 1 by 64. Okay, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ദിസ് ഇസ് our slope. Okay, next question ലേക്ക് പോകാം. Question number 3. Find the slope of the tangent to the curve y is equal to x raised to 3 minus x plus 1 at the point whose x coordinate is 2. So x coordinate is 2 means x is equal to 2 തന്നിട്ടുണ്ട്. Okay, so നമ്മുടെ curveന്റെ equation എന്താണ്? y is equal to x cube minus x plus 1 ആണ്. ഓക്കെ. എങ്ങനെയാ സ്ലോപ്പ് ആണ്? നമ്മൾ ഈ കർവിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലേ? സോ dy by dx that is equal to 3x square minus 1. Okay, 3x square minus 1, x coordinate തന്നിട്ടുണ്ട്, which means that at x is equal to 2 ആണ് കാണേണ്ടത്. Okay, so dy by dx at x is equal to 2. So that is 3 into 2 square, that is 4 minus 1, 4 3 12 minus 1, that is 11. So 11 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 4. Find the slope of the tangent to the curve y is equal to x cube minus 3x plus 2 at the point whose x coordinate is 3. Okay, so നമ്മുടെ curveന്റെ equation y is equal to x cube minus 3x plus 2 ആണ്. x is equal to 3 ആണെന്ന് തന്നിട്ടുണ്ട്, x coordinate is 3 എന്ന് തന്നിട്ടുണ്ട്. എന്താ നമ്മൾ dy by dx കാണാം. So dy by dx is equal to 3x square minus 3 ആണ്. So dy by dx at x is equal to 3 കണ്ടുപിടിച്ചാൽ മതി അല്ലേ? So 3 into 3 square 9 minus 3, that is 27 minus 3, that is equal to 24. Okay, so 24 ആണ് നമ്മുടെ സ്ലോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 5. Find the slope of the normal. Slope of the tangent അല്ല, slope of the normal ആണ്. So നമ്മുടെ ഇക്വേഷൻ എന്താണ്? dy by minus 1 by dy by dx അല്ലേ? So m is equal to minus 1 by dy by dx. ഇതല്ലേ നമ്മുടെ സ്ലോപ്പ് ഓഫ് നോർമൽ. ഓക്കെ, സോ എന്താണ്? ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ നോർമൽ ടു ദ കർവ് x is equal to a cos cube theta. ഓക്കെ, സോ x is equal to a cos cube theta ആണ് തന്നിട്ടുള്ളത്. ആൻഡ് y is equal to a sin cube theta ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വേണ്ടത് dy by dx ആണ്, നമ്മുടെ പാരാമെട്രിക് ഫോം, നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിലെ പാരാമെട്രിക് ഫോം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ കാണുക? നമുക്ക് ഇവിടെ ഉള്ളത് dx by d theta കാണാം. dx by d theta എന്ന് പറയുമ്പോൾ എന്താണ്? a into cos cube theta. എങ്ങനെയാ cos cube theta? അതായത് cos cube theta നമ്മൾ എങ്ങനെയാ d by d theta ചെയ്യുന്നത്? എങ്ങനെയാ ചെയ്യുക? സോ നമുക്ക് ഈ cos cube theta cos theta ഹോൾ ക്യൂബ് എന്ന് എഴുതിക്കൂടെ?
അത് cos cube theta ആണ്. സോ നമ്മൾ പവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ പവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 cos theta the whole square into cos theta ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു മൈനസ് സൈൻ തീറ്റ കിട്ടും അല്ലെ? സോ മൈനസ് സൈൻ തീറ്റ. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു cos theta the whole square is 3 cos square theta എന്ന് എഴുതി കൂടെ? 3 cos square theta. ഓക്കെ, സൈൻ തീറ്റ. 3 cos square theta sin theta. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, സോ എന്താണ് നമ്മുടെ എ എവിടെ പോയി? എ ഓൾറെഡി ഇവിടെ ഉണ്ട്. സോ എയും കൂടെ ഉണ്ട്. എയും കൂടെ നമ്മൾ ഇതിനകത്തിൽ ചേർക്കുക. സോ മൈനസ് ത്രീ എ കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. ഓക്കെ, സോ ഇനി അടുത്ത എന്താണ്? ഡി വൈ. വൈ ഇസ് ഈക്വൽ ടു എന്താണ്? എ സൈൻ ക്യൂബ് തീറ്റ ആണ്. സോ അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡി വൈ ബൈ ഡി തീറ്റ കണ്ടുപിടിക്കണം. സോ ഡി വൈ ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേപോലെ തന്നെ നമ്മൾക്ക് ഇതിനെയും ചെയ്യാം. ഓക്കെ, എ ഓൾറെഡി ഉണ്ട്, നമുക്ക് അവസാനം മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ക്യൂബ് തീറ്റ നമ്മൾ എങ്ങനെ എഴുതാം? ഓക്കെ, സൈൻ ക്യൂബ് തീറ്റ വൈ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ദി ഹോൾ ക്യൂബ് എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ പവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 സൈൻ തീറ്റ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് തീറ്റ. സോ നമുക്ക് എന്ത് വരും? 3a സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാ ഡി വൈ ബൈ ഡി എക്സ് കാണുക? സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇങ്ങനെയാ ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. സോ ദിസ് വൺ ഡിവൈഡ് ബൈ ദിസ് വൺ. ഓക്കെ, സോ ഡി വൈ ബൈ ഡി തീറ്റ എന്താണ്? 3a സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് 3a കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് ഒരു കോസ് തീറ്റ പോകും, ഇവിടെ നിന്ന് ഒരു കോസ് തീറ്റ പോകും, ഇവിടെ നിന്ന് ഒരു സൈൻ തീറ്റ പോകും, ഇവിടെ നിന്ന് ഒരു സൈൻ തീറ്റ പോകും. ഓക്കെ, 3a പോവും, 3a പോകും. ഓക്കെ, ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് ടാൻ തീറ്റ എന്ന് വരും. ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സ് കിട്ടിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ. സോ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് മൈനസ് 1 ബൈ ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ടാൻ തീറ്റ ആണ്. സോ ദാറ്റ് ഇസ് മൈനസ് ടാൻ തീറ്റ. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 4 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇതും കൂടെ പോവും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ ടാൻ പൈ ബൈ 4. ദാറ്റ് ഇസ് 1. ഓക്കെ, സോ അവർ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 1. Tan pi by 4, tan 45 is 1. Okay, so നമുക്ക് ആൻസർ കിട്ടിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Question number 6. Find the slope of normal to the curve x is equal to 1 minus a sin theta, y is equal to b cos square theta at theta is equal to pi by 2. Okay, so നമ്മുടെ ഫസ്റ്റ് എന്താണ്? x is equal to 1 minus a sin theta. Okay, so ഇവിടെ നമുക്ക് dx by d theta കാണാം. So that is equal to minus a. ഇത് 1ന്റെ 0 ആയി പോകും. So minus a cos theta എന്ന് വരും. Okay, so അതുപോലെ തന്നെ നമുക്ക് y is equal to b cos square theta എന്ന് വരും. So b into cos square theta എന്താണ് നമുക്ക് വരുന്നത്? cos square theta നമുക്ക് cos theta the whole square എന്ന് എഴുതി കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 cos theta into cos theta ഒരു മൈനസ് sin theta വരും അല്ലേ? ഓക്കെ അല്ലേ? So b into 2 cos theta into minus sin theta. So that is minus 2b cos theta sin theta. Okay, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? dy by dx. Okay, so dy by dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? dy by d theta divided by dx by d theta. So that is equal to minus 2b cos theta sin theta divided by minus a cos theta. Okay, so cos theta പോകും, cos theta പോകും. Okay, so നമ്മുടെ ഒരു sin theta അവിടെ നിപ്പുണ്ട് അല്ലേ? So that is equal to minus 2b. Okay, മൈനസും മൈനസും പോകും. Okay,
സോ 2b sin theta 2b by a ഉണ്ട് അല്ലെ, 2b by a sin theta എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് സ്ലോപ്പ് ഓഫ് നോർമൽ ആണ്. എന്താ സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് നോർമൽ is equal to -1 by dy by dx. സോ -1 by എന്താ dy by dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ 2b by a sin theta. Okay, so slope of normal at എന്താണ് theta is equal to pi by 2. Okay, so theta is equal to pi by 2 എന്ന് പറയാം -1 by 2b by a sin 90 is 1. Okay, so നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും -a by 2b. Okay, അതായത് മൈനസ് ഉണ്ട് -1 by എന്ന് പറയുമ്പോൾ 2b by a നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക. സോ ദാറ്റ് ഈസ് -a by 2b ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, so students, if you like my videos, please like, share and subscribe my channel. Thank you so much.